السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: من صلى على جنازة ولم يتبعها فله قيراط فإن تبعها فله قيراطان. قيل وما القيراطان؟ قال أصغرهما مثل أحد. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മുസ്ലിമിന്റെ ബാധ്യതകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ 6 കാര്യങ്ങളിൽ ഒരു കാര്യം ഇദാ മാത ഫത്ബഅഹു, നിന്റെ സഹോദരൻ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ അനുധാവനം ചെയ്യുക, അനുഗമിക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. അത് 2 തരത്തിലുള്ള നിർബന്ധ ബാധ്യതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മദ്രസയിൽ നിന്ന്. ഫർള് ഐന്, ഫർള് കിഫായ. ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും നിർബന്ധമായി ചെയ്തിരിക്കണം. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അതോടുകൂടി സമൂഹത്തിലെ മുഴുവൻ ആളുകളും ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യങ്ങൾ. അതിൽ ഒന്നാണ് മയ്യത്ത് നിസ്കാരം. എന്നാൽ അത് നിസ്സാരമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പല തരത്തിലുള്ള നിസ്കാരക്കാരുണ്ട്. ഒന്ന്, മയ്യത്തിന്റെ കൂടെ പോകാതെ പള്ളിയിൽ കാത്തു നിൽക്കും. അത് അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം. എന്നിട്ട് അവിടെ നിസ്കരിക്കുന്നു. ചിലപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടാതെ പോവുകയും ചെയ്യും. മറ്റു ചില ആളുകൾ മയ്യത്തിന്റെ വീട്ടിലെത്തി മയ്യത്തിനെ പള്ളിയിൽ എത്തിക്കുന്നത് വരെ കൂടെ ഉണ്ടാവുകയും എന്നിട്ട് നിസ്കരിക്കുകയും എന്നിട്ട് ഖബറടക്കം കഴിയുന്നവരെ കാത്തു നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നിസ്കരിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൻ സ്വല്ല അലാ ജനാസത്തിൻ, ആരെങ്കിലും ഒരാൾ ഒരു ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ചാൽ വലം യത്ബഅഹ, അയാൾ എന്ത് ചെയ്തിട്ടില്ല, മയ്യത്തിനെ അനുഗമിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പള്ളി വരെയോ അല്ലെങ്കിൽ ഖബർസ്ഥാൻ വരെയോ അയാളുടെ കൂടെ മയ്യത്തിന്റെ കൂടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഫലഹു ഖിറാത്താനി, അയാൾക്ക് കിട്ടുന്ന ഖിറാത്ത്, ഒരു ഖിറാത്ത് കിട്ടും. നമ്മളവിടെ പങ്കെടുക്കുന്നത് എന്തിനാന്നുള്ളത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറയുകയുണ്ടായി. ഒരു മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി 40 മുതൽ 100 വരെയുള്ള ആളുകൾ അല്ലാഹു യഗ്ഫിർ ലഹു തുടങ്ങിയിട്ട് ഇങ്ങനെ അതിന് അവസാനിക്കുന്ന ഒരു 10-45 സെക്കൻഡ് ഉണ്ടല്ലോ, അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ഇല്ല എങ്കിൽ അത്തരം ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ബാധ്യത ഉണ്ട്. പല വസിയത്ത് നമ്മൾ ചെയ്യാറുണ്ട്, ഹക്കടപാടുകൾ എഴുതി വെക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിന് ഈ യാത്ര അവസാനിപ്പിച്ച് ബസ് ഇറങ്ങി അടുത്തൊരു ബസ്സിൽ കയറുന്നതിനിടയിൽ ബാഗേജും കാര്യങ്ങളൊക്കെ എടുത്തോന്ന് ഉറപ്പുവരുത്തുന്നത് പോലെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ റൂഹിൽ പോയി തണുത്ത് ഇനി ഒന്ന് ഖബറിലേക്ക് കയറുന്നതിന് മുമ്പ് കിട്ടുന്ന ഒരു ആശ്വാസം എന്താ, ഈ 40 അല്ലെങ്കിൽ 100 ആൾക്കാരുടെ ശഫാഅത്താണ്. അത് ആത്മാർത്ഥമായിട്ട് ആ 3ാമത്തെ തക്ബീറത്തിൽ ഇഹ്റാം കൈ കെട്ടിയതിന് ശേഷം മനസ്സിൽ തട്ടി പറയാൻ കഴിയുന്ന ആളുകൾ എനിക്കുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ അവരുടെ ശഫാഅത്ത് കിട്ടും. എന്നാൽ ആ നിസ്കരിച്ച ആൾക്ക് എന്താ കിട്ടുക, ഖൈറാത്ത് കിട്ടും. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം ഫതബിഅഹാ ഫലഹു ഖൈറാത്താനി. ഇനി അയാൾ ആ മയ്യത്തിനെ അനുഗമിക്കുക കൂടി ചെയ്തിട്ടാണ് നിസ്കരിച്ചെങ്കിലോ അയാൾക്ക് 2 ഖൈറാത്ത് കിട്ടും. ഖൈല വബൽ ഖൈറാത്താനി, അതാണ് റസൂൽ ബി ഖൈറാത്ത്. ഖൈറാത്ത് എന്നാൽ എന്താ, അത് ഉന്നതമായ വലിയ പ്രതിഫലത്തിന് പറയുന്ന പേരാണ് എന്ന് സഹാബത്തിന് അറിയാം. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്ഗറുഹുമ, ആ ഖൈറാത്തിലെ ഏറ്റവും ചെറിയ ഒരു അംശം ഉണ്ടല്ലോ, അത് മിഥ്ലു ഉഹദിൻ, ഉഹദ് പർവ്വതം, അവിടെയുള്ള പർവ്വതങ്ങളിൽ ഏറ്റവും വലിയ പർവ്വതം അതാണ്. ആ പർവ്വതത്തിന് സമാനമാണ് ഏറ്റവും ചെറുത്. ഇനി അതിൻ്റെയൊക്കെ മുകളിൽ കയറി കഴിഞ്ഞാൽ പ്രതിഫലം ഏറെ കിട്ടുമെന്നർത്ഥം. ഏറ്റവും ചെറിയൊരു അംശം ഇത്രയാണ് എങ്കിൽ വലുത് എത്രയായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ഇങ്ങനെ ഒരു മയ്യത്തിനെ അനുധാവനം ചെയ്യുമ്പോൾ പോലും നിസ്കരിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഭീമമായ വരവുകൾ ചേർത്താൻ കഴിയും
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സന്ദർഭങ്ങൾ ഗുണപരമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാനുഷികമായി വന്നു സംഭവിച്ചു പോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് തെറ്റുകുറ്റങ്ങളില്ലാത്തൊരു സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തിന്മകൾക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് അവരുടെയും നമ്മുടെയും അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും ഔലിയാക്കളും സലഫുസ്സാലികളും മുർസലുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.